നമസ്കാരം. വീണ്ടും മണി പേജ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ട്രംപ് ബൾട്ടി അടിച്ചിരിക്കുന്നു, മാർക്കറ്റും ബൾട്ടി അടിച്ചു. ട്രംപ് എപ്പോഴാണ് റിവേഴ്സ് ബൾട്ടി അടിക്കുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സ്വർണം ഗില്ലി പോലെ കയറിയിരിക്കുന്നു 14,050, 230 രൂപ കയറിയിരിക്കുന്നു. 24 ക്യാരറ്റും 15,327, എം 270 എന്ന് പറയുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,50,000 രൂപയാണ്. ഇന്നലെ തന്നെ 95 ക്രോസായി, 98 കച്ചായന് 108 ബാരലിലുണ്ട്. ഇതിന് ശേഷം $108 ബാരലിലാണ് ഇരിക്കുന്നു. മാർക്കറ്റ് ഇപ്പോൾ 300 പോയിന്റ് പ്ലസ്സിലാണ് ഇരിക്കുന്നത്. മാർക്കറ്റ് 300 പോയിന്റ് പ്ലസ്സിൽ ഇരിക്കുന്ന ഒരേ കാരണം ആക്സിയോസ് എന്ന ആൾ എന്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നാൽ നെയിംഡ് 2 അമേരിക്കൻ ഒഫീഷ്യൽസ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ 1 പേജ് നോട്ട് വാഷിങ്ടൺ വന്ന് ഇന്ന് കൊടുക്കാൻ പോകുന്നു. ഈ 3 ടോപ്പിക്കിൽ സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വന്നിട്ട് UPS പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാം, റേറ്റ് ഓഫ് ഹോമോസിനെ കുറിച്ച് പഠിക്കാം, അത് കാര്യം സാങ്ഷൻ സ്ലിപ്പിനെ കുറിച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും കുറിച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 48 മണി നേരത്തിൽ ഇറാൻ തിരികെ വരണം. അപ്പോൾ 48 മണി നേരത്തിന് ഹോമോസ് തുറക്കാൻ പോണതില്ല. അതിന് മുമ്പ് തന്നെ 300 പോയിന്റ് പോയി. അതൊക്കെ ചുമ്മാ നോക്കിയിരിക്കാം. ബൾട്ടി അടിച്ചു. കാരണം ആട്ടോ 1.5%, IT 0.9, ടെൽ 0.8, ഫാർമ 0.7 ആൻഡ് FMCG മാത്രം -0.1. എല്ലാം നല്ലതായിരിക്കുന്നു. മെൻഡം വന്നിട്ട് 3%, ഹീറോ മോട്ടോർ കോപ്പ് 2.6, ഇൻകമേൽ 2.5, ഉൾനാട് മെർക്കൻടൈൽ ബാങ്ക് 2, ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ 2.1, ഡസൻ ബാങ്ക് 1.6, പാസഞ്ചർ വെഹിക്കിൾ ടാറ്റ 1.5, ആറ്റ്കോ 1.1, IDFC 1.1. പോരാ തന്നെ LNT താഴെ ഇറങ്ങിയിരിക്കുന്നു, S3.3. ഉബൻ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ഇതിൻ്റെ പ്രൈസ് 3 ഇയർ ഹൈ ആണ്. കാരണം ഖത്തർ കൊണ്ട് അതിനെ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിയൽ ന്യൂസ്. നമ്മളെ എക്കോണമിക്ക് വളരെ മോശമാണ്. ഇവിടെ നിന്ന് പെട്രോളിന് LNG വാങ്ങി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. മാറ്റർ ഇല്ലെങ്കിൽ നമ്മളെ ഊരിൻ്റെ എക്കോണമി ഭയങ്കര ഗില്ലിയാണ്. പക്ഷേ മാർക്കറ്റിന് അതിനെക്കുറിച്ച് അറിയുന്നില്ല. മാർക്കറ്റ് വേറെ കാര്യം പറയുന്നു. 17 to 18 പെർ യൂണിറ്റ് BPU തെർമൽ യൂണിറ്റ് എന്നൊരു വലിയ ഒരു ഇത് വരും. ബ്രീഫ്ലി 22 വരയ്ക്കും ചെന്നിരിക്കുന്നു. ഖത്തറിൽ സപ്ലൈ ഇല്ല എങ്കിൽ മാർക്കറ്റ് വളരെ പാടാണ്. വാശി കയറും. മാർജിൻ വന്നിട്ട് ഗ്യാസ് ഡിപ്പെൻഡൻറ്റ് ഇൻഡസ്ട്രിക്കൊക്കെ കുറയും. ചൈനയുടെ വില വന്നിട്ട് 108 ചെന്നിരിക്കുന്നു. ഇറാൻ കെട്ടിപ്പിടിക്കുമെന്നൊരു വിശ്വാസം, പക്ഷെ അതിപ്പോൾ നടക്കുമെന്നൊരു സാധ്യതക്കുറില്ല. വളരെ ഇറങ്ങിയിരിക്കുന്നു. ഇത് കാരണം സ്വർണവും വെള്ളിയും കയറിയിരിക്കുന്നു. എന്ത് പറയുന്നു എന്നാൽ പീസ് എന്ന് പറയുവാണെങ്കിൽ സ്വർണം കയറും, യുദ്ധമെങ്കിൽ സ്വർണം വീഴും. ഇതുപോലെയാണ് വീഴുന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹാപ്പി ആയിരിക്കും. ഉപ്പി വന്നിട്ട് 95.28, ക്ലോസിംഗ് ലോ, ഹയസ്റ്റ് ലോയസ്റ്റ്. RBI പുതിയതായിട്ട് ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്നു. ഇപ്പോൾ അവർ തിരികെ ഐഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണെന്ന് കാര്യമെന്ന്. വാശി കയറും. ഡോളറിൽ സമ്പാദിക്കുന്ന കമ്പനിയൊക്കെ കയറും, ഫാർമ കയറും. ഈ സ്ട്രാറ്റജിയെ നമ്മൾ ഒരുപാട് ദിവസം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. NSE Q4 വന്ന് ഓഫിറ്റ്സ് 19 കയറിയിരിക്കുന്നു. ഒരുപാട് മങ്ങാത്ത കളിച്ചിരിക്കുന്നു എന്ന് കാണാൻ പറ്റുന്നു. പക്ഷേ ഇതിനെ വിശ്വസിക്കേണ്ട, കാരണം IPO വരാൻ പോകുന്നു. ടാറ്റ പവർ, ഭൂട്ടാൻ്റെ ഹൈഡ്രോ പവർ $150 million വേൾഡ് ബാങ്ക് ഫണ്ടിങ് ചെയ്തിരിക്കുന്നു. ഭൂട്ടാൻ കടൻ വാങ്ങും, ടാറ്റ പവർ കട്ടിങ് കൊടുക്കും. ആ പവറിനെ ഇന്ത്യക്ക് കൊണ്ടുവരും. ITC എന്ന് പറയുന്നു എന്നാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ FMCGയിലും മാർക്കറ്റ് ലീഡർ ആകുമെന്നാണ് പറയുന്നു. പ്രീമിയം പ്രോഡക്ട്സ് വിൽക്കും, അക്വിസിഷൻ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. യോഗ ഭാരണ പോലെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നു. മണപ്പുറം സൂപ്പറായിട്ട് റിസൾട്ട് കാണിച്ചാലും നോൺ ഗോൾഡ് ബിസിനസ് എങ്ങനെയാണ് വിടുന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നു. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പെട്ടെന്ന് അത് ഇന്നും കയറിക്കൊണ്ടേയിരിക്കും. കൂട്ടിന് കോമ്പറ്റീഷനായി വരും. രൂപയിൽ നോക്കണ്ട, വാല്യുവേഷനിൽ കോമ്പറ്റീഷൻ വരും. ഇന്ത്യ വന്നിട്ട് GLP-1 വെയ്റ്റ് ലോസ് ഡ്രഗ്സിൽ വന്ന് ഈ പ്രോബ്ലം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വാല്യുവേഷൻ നോക്കുന്നു. ഇതിൽ എന്താണ് നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സൈഡ് എഫക്റ്റ് വളരെ കൂടുതലായിരിക്കുന്നു, മിസ്യൂസ് ചെയ്യുന്നു. ഇത് ബേസിക്കലി ലില്ലിയും നോട്ട് ഡിസ്കും കിളപ്പി വിട്ടിരിക്കുന്നു. കുറച്ച് ഇതിലെ ബ്ലോർ ആകും. ഇൻഫോസിസ് എന്ത് ചെയ്യുന്നു എന്നാൽ ഓപ്റ്റിമം ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു IT കമ്പനീനെ അവർ ഫുള്ളായിട്ട് ടേക്കൺ ഓവർ ചെയ്തിരിക്കുന്നു. അവരതിപ്പോൾ കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. അതിന് ശേഷം ആന്ത്രപ്പി ആൻഡ് ഓപ്പൺ AI സർവീസ് വന്ന് മോഡൽ ചാലഞ്ചിങ് IT ഫേംസ്. ആന്ത്രപ്പി എന്ത് ചെയ്യുന്നു വെച്ചാൽ $1.5 million AI ജോയിൻറ്റ് വെഞ്ചർ സർവീസസ് ചെയ്യുന്നു. ഇതിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ AI ഡിപ്ലോയ്മെൻറ്റ്. ഓപ്പൺ AIയും
ഇതുപോലത്തെ ഡിപ്ലോയ്മെൻ്റ് ഒക്കെ ചെയ്യും. ഇത് വന്നിട്ട് ട്രഡീഷണൽ ഔട്ട് സോഴ്സിങ് പ്ലേസ് ലൈക്ക് TCS ആൻഡ് ഇൻഫോസിസിന് ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് പറയുന്നു. L&T ഇന്ന് വീഴാനുള്ള കാരണം 7.5 ലക്ഷം കോടിക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നു. എക്സിക്യൂഷനും പേയ്മെൻറ്റ് കളക്ഷനും നോക്കി അതിനെ കണ്ട് പേടിച്ചാണ് മാർക്കറ്റ് വിழுന്നിട്ടുള്ളത്. 38 രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യക്ക് 2500 5000 കോടി ഒലിന ഗ്യാസായിട്ട് മാറ്റുന്ന പ്രോജക്റ്റ് ഒറീസയിൽ കിട്ടിയിരിക്കുന്നു. കുമാരമംഗലം ബിർള വന്നിട്ട് F1 ഐഡിയ ഷെയർമാനാണ് വന്നിരിക്കുന്നു. കാരണം മാർക്കറ്റ് ക്രോസ് ആവരുതെന്ന് പറഞ്ഞ് ഷെയറിൻ്റെ വില കയറ്റിയിരിക്കുന്നു. ഇന്ത്യൻ ഓട്ടോ റീറ്റെയിൽ സെയിൽസ് ജനറലാണ് പറയുന്നു. ഇതിൽ 2 വീലർ കയറിയിരിക്കുന്നു, കമേർഷ്യൽ വെഹിക്കിൾ കയറിയിരിക്കുന്നു, ആർ പോളഞ്ഞിരിക്കുന്നു, ട്രാക്ടറും കയറിയിരിക്കുന്നു. സ്ട്രോങ് റൂറൽ ഡിമാൻഡ് ആൻഡ് GST ബെനിഫിറ്റ് കാരണം ട്രാക്ടർ ആൻഡ് കമേർഷ്യൽ വെഹിക്കിൾസ് ആൻഡ് 2 വീലേഴ്സ് വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. M&Mൽ Q4ൻ്റെ പ്രോഫിറ്റ് സർജായിരിക്കുന്നു 2%. ഇൻലി SUV വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഇവയും കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. ഇത് കാരണം ഗ്രോത്ത് വന്നിട്ട് സസ്റ്റെയിൻ ആകുന്നതോടെ ഹീറോ മോട്ടോർ കാർപ്പ് വന്നിട്ട് വീലർ ഡിമാൻഡ് സ്ട്രോങ് ആയിരുന്ന കാരണം 26% കയറിയിരിക്കുന്നു. ഐലർ മോട്ടോർ എന്ന് പറയുന്നത് ഹീറോ മോട്ടോർ വാങ്ങി വെച്ചിരുന്ന കമ്പനിയാണ്. ഇതിൻ്റെ റവന്യൂ ഡബിൾ ആയാലും EV പ്രഷർ കാരണം ഇത് കാശിൻ്റെ ഒരു പ്രശ്നം ഇരിക്കുന്ന കാരണം അവിടെ ഇരിക്കുന്ന ലാസസ് കുറച്ച് ഡീപ്പൻ ആയിരിക്കുന്നു. 400 കോടി റവന്യൂ ആ കമ്പനി ചെയ്തിരിക്കുന്നു. ഹീറോയുടെ സ്ട്രാറ്റജി നമുക്കറിയാം, ഉത്തരങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നു. അതുപോലെയാണ് ഓയിലറയും പിടിച്ചു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ UK ഡീലിൻ്റെ ശേഷം JLR എന്ത് ചെയ്തിരിക്കുന്നത് എന്നാൽ റോവറിൻ്റെ പ്രൈസിന് 75 ലക്ഷം കുറച്ചിരിക്കുന്നു. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ സേവ് ചെയ്യുന്നതിന് എടുത്തിരിക്കുന്നു. റിലയൻസ് പ്ലാൻസ് $multi-million ഇൻറ്റു സാറ്റലൈറ്റ് മാർക്കറ്റ്. ആർലിനിങ്ങിനെതിരായിട്ട് ഞങ്ങൾ ഇടും, നീ നോക്ക് എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ജിയോ സാറ്റലൈറ്റ് മാർക്കറ്റിനെ ഇട്ട് തന്നെ ഇന്ത്യയെ ചുറ്റിലും ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇതിനെ ഒരു ഡിജിറ്റൽ സോവനിറ്റി ആക്കും, വേസ്റ്റ് ടെക്നോളജി കൊണ്ടുവരും ഒക്കെയാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് തേജസ് ഷെയർ 10% കയറിയിരിക്കുന്നു. ഇതിന് മെയിൻ കാരണം വന്നിട്ട് D2M ഡയറക്റ്റ് മൊബൈൽ ടെക്നോളജി വന്ന് ഒരു ഗവൺമെൻറ് അടുത്ത് നിന്ന് അപ്രൂവൽ വാങ്ങി വന്നിരിക്കുന്നു. ഇത് മൊബൈലിൽ ഇൻസ്റ്റാൾ ആകുവാണെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട്, മൂവീസ് അതൊക്കെ കാണാം പറയുന്നു. ഈ D2M ടെക്നോളജീനെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു എന്ന ഉടനെ കമ്പനിയെ തേജസ് വന്നിട്ട് അക്വയർ ചെയ്തു. ഇപ്പോൾ തേജസ് ഇന്ന് 10% കയറിയിരിക്കുന്നു. അതുപോലെ COP4 എന്ന് പറയുന്ന കമ്പനി IT ഇൻഡെക്സിൽ ഇരിക്കുന്നു. ഇതിലെ നല്ല IT കമ്പനിയിൽ ഇതാണ് നല്ല റിസൾട്ട് കൊടുത്തിരിക്കുന്നു. റിസൾട്ടിനെ നോക്കി മാർക്കറ്റ് COP4നെ 10% കയറ്റിയിരിക്കുന്നു. ടാറ്റ മോട്ടോർ ഷെയർസിൻ്റെ ട്വിൻസ് വന്ന് 6.5%, 5.5% കയറിയിരിക്കുന്നു. ഇതിലിരുന്ന് സ്പിറ്റ് ചെയ്യുമ്പം അതിൻ്റെ വില വന്ന് 6 മാസത്തിന് മുമ്പുള്ള കഥയിനെ ചെക്ക് ചെയ്യുന്ന സമയം എല്ലാം വന്നിട്ട് 620 അടുത്തിരുന്നു. അതിപ്പോൾ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആയിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു 6.5-7% കയറിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര റിസൾട്ട് സൂപ്പറ വന്നു, പ്രോഫിറ്റ് കയറിയായിരുന്നു. അതുപോലെയാണ് മാരുതിയുടെ പ്രോഫിറ്റും കയറിയിരുന്നു. ഇന്നും Q4 റിസൾട്ട് തന്നില്ല. Q4ലും ഇവരുടെ സെയിൽസ് ഗില്ലി പോലെ കയറിയിരുന്നു. ഇവരുടെ പ്രോഫിറ്റും നന്നായിരിക്കും എന്ന് പറഞ്ഞാണ് ഏറിയിരിക്കുന്നത്. ഇതും ചേർക്കുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിയതെക്കാട്ടിലും സബ്സ്റ്റാൻഷ്യലി ഇയർ പ്രോഫിറ്റിൽ ഇരിക്കും. ഒരു കാലത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ കമ്പനി, നിങ്ങളൊക്കെ കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ കമ്പനി, പ്ലീസ് എടുക്കുമെന്ന് പറഞ്ഞ ഒരു കമ്പനി നാർക്കോ ഫാമയാണ്. അത് ഇന്ന് 52 വീക്ക് ഹൈ ആണ്. 1150 രൂപയ്ക്കാണ് ഇരിക്കുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലാഭം നിങ്ങൾ കണ്ടിരിക്കും. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ അതെല്ലാം അവരെ തൂക്കിയായിരുന്നു. അവർ എന്ത് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു എന്നാൽ കോർട്ടിന് ചെന്നിരിക്കുന്നു, ഒരു തെറ്റും ചെയ്തില്ല. പ്രഷർ കാരണം നിങ്ങൾ തെറ്റായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. സ്പെഷ്യലി പ്രസക്ത പ്രഷർ കാരണമാണ് എടുത്തു, എന്ത് തെറ്റും ചെയ്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം അതൊരു കേസും 8 ഡാമേജസും ചോദിച്ചിരിക്കുന്നു. അത് അക്കൗണ്ടിങ് സ്കാൻഡലിൽ ഞാൻ തെറ്റ് ചെയ്തില്ല പറയുന്നു. പോയിന്റ് ഓഫ് ദാറ്റ് ഇൻഡസ്ഇൻഡ് ബാങ്ക് 6% അപ്പാണെന്ന് HDFC ബാങ്ക് സ്ക്രൂട്ടനിങ് ചെയ്ത് HDFC ബാങ്കിൽ പ്രോപ്പർട്ടി ഗവറൻസ് പ്രോബ്ലം ഒന്നുമില്ല എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കിയത് കാരണം 1% HDFC ബാങ്കും ഇന്ന് കയറിയിരിക്കുന്നു. വർക്ക്സ് ഒരു നല്ല ന്യൂസ് പറഞ്ഞിരിക്കുന്നു. 11% വർക്ക് ഫോഴ്സിനെ ഡി ചെയ്യും. കാരണം AI വന്ന് ആഫ്റ്റർ ഇൻഡസ്ട്രീനെ റീഷേപ്പ് ചെയ്യുന്നു. അഗ്രസെൻറ്റും ഒരു പേടി ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാം ഇരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും വിചാരിക്കുന്നു. അതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് സ്പേസ്. 9,000 ജോലിക്കാർ എന്ന് പറഞ്ഞ് കട്ടിങ് ചെയ്തിരിക്കുന്നു. മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കയറുന്നു. അമേരിക്കയിൽ കയറിയിരിക്കുന്നു. സ്പൈറ്റ് ഓഫ് ദാറ്റ് മാർക്കറ്റ് കയറുന്നു എന്നാൽ
സെക്യൂരിറ്റി വളരെ കൂടുതലായിരിക്കുന്നു. കാരണം മാർക്കറ്റ് ഇന്നും കയറും. ഇപ്പോൾ ഈ സിന്ധിക്ക് വേണമെന്നാൽ അതിൽ നാളെ തന്നെ വരുമെന്ന് വിചാരിച്ച് നമ്മളെ മാർക്കറ്റും കയറിയിരിക്കുന്നു. ഇതിൻ്റെ yield വന്നിട്ട് 7% അപ്പ് 10 ഇയർ yield. ഇത് 10 വർഷത്തിന് ഇന്ത്യൻ ഗവൺമെൻറ് നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ 7% അപ്പാണ്. ഈ സമയം അമേരിക്കയിലിരിക്കുന്ന ഗവൺമെൻറ്റിന് 10 വർഷം കടം കൊടുക്കുകയാണെങ്കിൽ 3% അടുത്ത് വഡ്ഡി വരുന്നു. ദെൻ ഗ്യാപ്പ് 2.5 to 2.25% ഇരിക്കുന്നു. അപ്പോൾ ആ വിളാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്യുവാണെങ്കിൽ ആ 2.5% അതിൽ തന്നെ പോകും. കാരണമാണ് FAs വന്ന് ഉള്ള ബോണ്ടിനെയും സ്റ്റോക്കിനെയും വിറ്റ് പക്ഷേ വെളിനാട്ടിലെ എടുത്തുകൊണ്ട് പോകുന്നു. ആ ട്രെൻഡ് കണ്ടിന്യൂ ആവും. ഇന്നും വീക്കാ തന്നെ ആയിരിക്കും. അതിനൊരു വില ഏറുന്ന തോറും ഇമ്പോർട്ട് ചെയ്യുന്ന കാസ്റ്റ് കയറുന്ന കാരണവും ഇൻഫ്ലേഷൻ കയറും. ഡൊമസ്റ്റിക് LPG സിലിണ്ടറിന് ദിവസത്തിലിരുന്ന് വെയിറ്റിംഗ് പീരീഡ് 25 എന്ന് പറയുന്നു. ഫലങ്ങളിൽ അത് 1 മാസം വരയ്ക്കും പോകും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.